ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 16-ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് ആയിരിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് അനേക വിഷയങ്ങൾ കഴിഞ്ഞ 15 ആഴ്ചകളായി നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം ഏലി പുരോഹിതനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് ഏലിയുടെ പേര് നാം ആദ്യം കാണുന്നത്. ഏലിയുടെ 2 പുത്രന്മാരായി എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയെക്കുറിച്ചിട്ടുള്ള ആദ്യ പരാമർശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. തുടർന്ന് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്ന പുരോഹിതനായ ഏലിയെ നാം കാണുന്നു. ഏലി എന്ന പേരിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, യഹോവ ഉയർന്നിരിക്കുന്നവൻ. 2, എൻ്റെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന 2 വിഷയങ്ങളാണിത്. ഒന്ന്, ദൈവം എൻ്റെ ജീവിതത്തിൽ ഉയർന്നിരിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് ഇതാകണമെന്നാണ് തമ്പുരാൻ്റെ ആഗ്രഹം. നാം മുഖാന്തരം ദൈവനാമം ഏറ്റവും ഉയർത്തപ്പെടണം. നാം വിശ്വസിക്കുകയും നാം ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം, നമുക്ക് എല്ലാ നന്മകളും തന്നിട്ടുള്ള ദൈവം, പ്രിയ പുത്രനെ തന്ന് കാൽവറിയിൽ സ്നേഹം വെളിപ്പെടുത്തിയ ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്നിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്താണ്? അങ്ങയുടെ ജീവിതത്തിൽ ദൈവമാണോ ഏറ്റവും ഉയർന്നിരിക്കുന്നത്? അതോ ലോകത്തിൻ്റെ ചിന്തകളാണോ? ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കാൾ ദൈവത്തെ സ്നേഹിക്കണം. അതായത് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിപ്പാൻ വഴിവെക്കരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ദൈവം നൽകിയ എത്രയോ നന്മകൾ നമുക്കുണ്ട്. എന്നാൽ ഈ നന്മകളൊന്നും ദൈവത്തേക്കാൾ വലുതല്ല. ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അവയ്ക്കെല്ലാം മീതെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം. ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഏലിയുടെ പേരിലൂടെ അത് വെളിപ്പെടുകയാണ്. ദൈവം ഉയർന്നിരിക്കുന്നവനാകണം. യഹോവ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സ്ഥാനം അലങ്കരിക്കുന്നവനാകണം. യഹോവ ഉയർന്നിരിക്കുന്നവനെന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഒരു സ്വയശോധനയ്ക്ക് ഈ സമയം അവരവരെ വിധേയപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉയർന്നിരിക്കുന്നത് കർത്താവല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമാണ്. പരിശുദ്ധാത്മാവാം ദൈവത്തെ ദുഃഖിപ്പിക്കലാണ്. അത് മാരകമായ പാപമാണ്. അതുകൊണ്ട് ഈ സമയം കർത്താവിൻ്റെ മുൻപാകെ ദൈവത്തെക്കാൾ എന്തെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വയം താഴ്ത്തുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ വിധേയപ്പെടുവാനായിട്ട് ഈ സമയം സാധിക്കട്ടെ. ഏലി എന്ന പേരിൻ്റെ 2-ാമത്തെ അർത്ഥം എൻ്റെ ദൈവം എന്നുള്ളതാണ്. അവിടെയും ദൈവം എൻ്റേതാണ്. ദൈവത്തോടുള്ള അടുത്ത ബന്ധം, ദൈവം എൻ്റേതാണ് എന്നുള്ളൊരു വിശ്വാസിയുടെ പ്രഖ്യാപനം, അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ വിളങ്ങിക്കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ എത്രമാത്രം ഹൃദയത്തിൻ്റെ വികാരം, എത്രമാത്രം ഹൃദയത്തിൻ്റെ സ്നേഹവായ്പ്, എത്രമാത്രം ദൈവത്തോടുള്ള ബഹുമാനം, ഭക്തി, അതെല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ ദൈവമെന്ന് പറയുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്താണ്? ദൈവത്തോടുള്ള വലിയ സ്നേഹം, ദൈവത്തോടുള്ള വലിയ നന്ദിയും കടപ്പാടും എൻ്റെ ദൈവമെന്ന ആ പ്രത്യേകമായ വിഷയം കേൾക്കുമ്പോൾ അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ എൻ്റെ ദൈവമാണ് ഏറ്റവും വലുതെന്നും എൻ്റെ ദൈവത്തെക്കാൾ മറ്റൊന്നും എനിക്ക് പ്രിയപ്പെട്ടതല്ലെന്നും എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകല നന്മകൾക്കും ആധാരമെന്നും നമുക്ക് പറയാനായിട്ട് കഴിയണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എന്ന് നമുക്ക് പറയാം. എത്രയോ ഇടങ്ങളിൽ തിരുവചനത്തിൽ, പ്രത്യേകിച്ചും സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവം എൻ്റേതാണ് എന്ന പ്രഖ്യാപനം നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ഹൃദയത്തോട് ചേർക്കുന്ന സങ്കീർത്തനമാണല്ലോ 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ ഇടയനാണ് എൻ്റെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, യഹോവ ജീവിതത്തിൻ്റെ ഇടയനാണെങ്കിൽ ആ ജീവിതത്തിൽ കർത്താവിൻ്റെ താല്പര്യങ്ങൾക്ക് തന്നെ മുൻതൂക്കം കൊടുക്കണം. അത് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതാകണം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ താല്പര്യം ദൈവത്തോടാണോ? അങ്ങയുടെ ജീവിതത്തിൽ ദൈവമാണോ ഉയർന്നിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണോ? അങ്ങനെയുണ്ടെങ്കിൽ കർത്താവിനോട് ക്ഷമ പറയുവാൻ, ദൈവത്തെ തന്നെ പ്രഥമ സ്ഥാനത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബുദ്ധിയുപദേശം കേൾക്കുവാൻ അങ്ങയ്ക്ക് കാതു തുറപ്പാൻ ഇടയാവട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലെങ്കിൽ, യേശു കർത്താവിലൂടെ ലഭ്യമായിട്ടുള്ള ദൈവം ഒരുക്കുന്ന ആത്മരക്ഷ പ്രാപിക്കുവാൻ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. കാൽവറിയുടെ ക്രൂശിൽ ഈ കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു. അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, പാപിയാണെന്ന് സമ്മതിച്ച പാപബോധത്തോടെ ഹൃദയത്തിൽ കർത്താവിനെ ക്ഷണിക്കുമ്പോൾ, യേശുവിൻ്റെ അവകാശത്തിലേക്ക് വരുമ്പോൾ ഒരുവൻ ദൈവ പൈതലായി തീരുകയാണ്. ആ ജീവിതത്തിൻ്റെ കർത്തൃത്വം പിന്നെ യേശു കർത്താവിനാണ്. അത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ അങ്ങേ ബുദ്ധി ഉപദേശിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.